ഈ സ്റ്റോറിയുടെ പേരാണ് റിട്ടയറിങ് കാർപ്പൻറ്റേഴ്സ് സ്റ്റോറി. അതായത് റിട്ടയർ ചെയ്യാനറിയല്ലോ, ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഒരു കാർപ്പൻ്റർ. കാർപ്പൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശാരി എന്നാണ് അർത്ഥം. കാർപ്പൻറ്റേഴ്സ് സ്റ്റോറി, ഒരു റിട്ടയർ ചെയ്യുന്ന ഒരു കാർപ്പൻ്ററുടെ സ്റ്റോറിയാണത്. വൺസ് ദർ വാസ് എ കാർപ്പൻ്റർ. ഒരിക്കൽ ഒരു ആശാരി ഉണ്ടായിരുന്നു. ഹു വാസ് റിയലി ഗുഡ് ആറ്റ് ഹിസ് ജോബ്. അയാൾ നമ്പർ 1 ആയിരുന്നു, റിയലി ഗുഡ് ആറ്റ് ഹിസ് ജോബ്. അയാളുടെ പണിയിൽ അയാൾ ബെസ്റ്റായിരുന്നു. ഈ യൂസ് ടു വർക്ക് വെരി ഹാർഡ്. അയാൾ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ആൻഡ് ബിൽഡ് ബ്യൂട്ടിഫുൾ ഹൗസ്. എന്നിട്ട് മനോഹരമായ വീടുകൾ അയാൾ ഉണ്ടാക്കുമായിരുന്നു. വിത്ത് ടൈം ഹി ഗ്രോൺ ഓൾഡ്. സമയം, അതായത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഹി ഗ്രോൺ ഓൾഡ്, അയാൾക്ക് വയസ്സായി. ആൻഡ് ഫെൽറ്റ് ദാറ്റ്, അയാൾക്ക് തോന്നി ദാറ്റ് ഹിസ് ബോഡി വാസ് നോട്ട് ദാറ്റ് സ്ട്രോങ്. അയാളുടെ ബോഡി വാസ് നോട്ട് ദാറ്റ് സ്ട്രോങ്. ഇപ്പം കഴിവൊന്നും പവറൊന്നും പോരാ. ആസ് ഇറ്റ് യൂസ് ടു ബി, മുമ്പത്തെ പോലെ, അത് ആസ് ഇറ്റ് യൂസ് ടു ബി, മുമ്പുണ്ടായിരുന്ന പോലെ ഇപ്പം പവറൊന്നും പോരാ എന്ന് പുള്ളിക്ക് തോന്നി. ആൾസോ ഹി ഏൺഡ് ഇനഫ് മണി. മാത്രമല്ല അയാൾ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടു ലിവ്, ജീവിക്കാൻ വേണ്ടിയിട്ട് എ പീസ്ഫുൾ ആൻഡ് ലെഷർ ലൈഫ്, സമാധാനപൂർണ്ണമായ അല്ലെങ്കിൽ ലെഷർ, നല്ല സുഖപ്രദമായിട്ടുള്ള ഒരു ജീവിതം നടത്താനുള്ള, ഇനി ബാക്കിയുള്ള ജീവിത ശിഷ്ടകാലം നല്ല പുഷ്ടിയായിട്ട് ജീവിക്കാനുള്ള കംപ്ലീറ്റ് ശേഷി അയാൾ ഉണ്ടാക്കിയെന്നർത്ഥം. വിത്ത് ഹിസ് ഫാമിലി ഫോർ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. വിത്ത് ഹിസ് ഫാമിലി, അയാളുടെ കുടുംബത്തോടു കൂടി, ഫോർ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്, അയാളുടെ ശിഷ്ടകാലം, ബാക്കിയുള്ള കാലം. സോ ഹി ഡിസൈഡഡ് ദാറ്റ്, സോ അയാൾ തീരുമാനിച്ചു, ഹി ഡിസൈഡഡ് ദാറ്റ് ഇറ്റ് വാസ് ടൈം, ഇത് ഇപ്പോഴാണ് സമയം, ഫോർ ഹിസ് റിട്ടയർമെൻറ്റ്, അതായത് ജോലിയിൽ നിന്ന് വിരമിക്കാനുള്ള സമയം, ഫ്രം ഓൾ ദാറ്റ് ഹാർഡ് വർക്ക്, ഈ കഠിനാധ്വാനം എന്നൊക്കെ ഇന്ന് വിരമിക്കാനുള്ള സമയമായി എന്ന് അയാൾ മനസ്സിലാക്കി, അയാൾ തീരുമാനിച്ചു. ഹി വെൻറ്റ് ടു ഹിസ് എംപ്ലോയർ, അയാളുടെ ജോലി നൽകുന്ന ആൾ എംപ്ലോയറുടെ അടുത്ത് പോയി. ആൻഡ് ഇൻഫോംഡ് ഹിം, അയാൾ അറിയിച്ചു എബൌട്ട് ഹിസ് റിട്ടയർമെൻറ്റ്, അയാൾ വിരമിക്കാൻ പോവുകയാണെന്നുള്ളത് അറിയിച്ചു. എംപ്ലോയർ വാസ് സാഡ്, ഇത്രയും പരിചയമുള്ള ഇയാൾ പോവാന്ന് കേട്ടപ്പോൾ എംപ്ലോയർ വാസ് സാഡ്, അതായത് ഈ ജോലി നൽകിയ അയാൾക്ക് ദുഃഖം തോന്നി. ഹിയർ അബൌട്ട് ഹിസ് റിട്ടയർമെൻറ്റ്, ഇയാൾ റിട്ടയർ ചെയ്തു, ഇയാൾ വിരമിക്കുകയാണെന്ന് കേട്ടപ്പോൾ ഹി ഫെൽറ്റ് സാഡ്. ആൻഡ് സീയിങ് ഹിസ് ഗുഡ് വർക്ക് ഗോ, ആൻഡ് സീയിങ് ഹിസ് ഗുഡ് വർക്കർ ഗോ, ആൻഡ് സീയിങ്, അതായത് നല്ലൊരു എംപ്ലോയർക്ക്, അയാളുടെ നല്ലൊരു ജോലിക്കാരൻ പോകുന്നത് കാണുമ്പോൾ ഇല്ലേ ഒരു പ്രയാസം ഉണ്ടാവും. ആൻഡ് സീയിങ് ഹിസ്, കണ്ടപ്പോൾ, അതായത് ഹിസ് ഗുഡ് വർക്കർ ഗോ, അതായത് ഇയാളുടെ നല്ലൊരു പണിക്കാരൻ പോണത് കാണാൻ അയാൾക്ക് വിഷമായി. ബിഫോർ ദ കാർപ്പൻ്റർ ലെഫ്റ്റ്, ഈ കാർപ്പൻ്റർ, ഈ ആശാരി പോകുന്നതിന് മുമ്പ് എംപ്ലോയർ പറഞ്ഞു, ഐ നോ യു വാണ്ട് ടു റിട്ടയർ, എനിക്കറിയാം നിങ്ങൾക്ക് ഏതായാലും വിരമിക്കാനാണ് നിങ്ങൾ ആഗ്രഹം എന്നുള്ളത് എനിക്കറിയാം. ബട്ട് ഐ റിക്വസ്റ്റ് യു, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷിക്കാണ്. ഇഫ് യു കുഡ് ബിൽഡ് മീ വൺ ലാസ്റ്റ് ഹൗസ്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് യു ഷുഡ് ബിൽഡ് മീ, എനിക്ക് ബിൽഡ് ചെയ്ത് തരണം വൺ ലാസ്റ്റ് ഹൗസ്, അവസാനത്തെ ഒരു വീടും കൂടി, ആസ് എ പേഴ്സണൽ ഫേവർ, ഇത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു സഹായമായിട്ട് ഒരു വീടും കൂടി ഉണ്ടാക്കി തരണം എന്ന് ഈ കാർപ്പൻ്ററോട് ഈ എംപ്ലോയർ റിക്വസ്റ്റ് ചെയ്തു. ബീയിങ് എ എംപ്ലോയി ഫോർ സച്ച് എ ലോങ് ടൈം, കാർപ്പൻ്റർ അഗ്രീഡ്. ഇത്രയും കാലം ജോലിയല്ലായിരുന്നു. ബീയിങ് എൻ എംപ്ലോയി ഫോർ സച്ച് എ ലോങ് ടൈം, ഈ ഒരു ദീർഘകാലം ഒരു കാർപ്പൻ്റർ ആയിരുന്ന ഇയാൾ ഈ എഗ്രീഡ്, ഓക്കെ, അയാൾ സമ്മതിച്ചു. ആൻഡ് ആൾസോ മെയ്ഡ് ഷുവർ ദാറ്റ് ദിസ് വുഡ് ബി ഹിസ് ലാസ്റ്റ് പ്രോജക്റ്റ്. ആൻഡ് ആൾസോ മെയ്ഡ് ഷുവർ, അയാൾ ഉറപ്പിച്ചു, അയാൾ എംപ്ലോയറോട് പറഞ്ഞു, ദിസ് വുഡ് ബി ഹിസ് ലാസ്റ്റ് പ്രോജക്റ്റ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ളത് അയാൾ ഉറപ്പിച്ചു. അത് എംപ്ലോയറോട് പറഞ്ഞ് സമ്മതം വാങ്ങിക്കുകയും ചെയ്തു. കാർപ്പൻ്റർ ഡിഡ് ഓൾ ഹിസ് ലൈഫ്, all work with all his heart and best way he can, but this time the carpenter's heart was not in the work. Carpenter did all the work in his life with full heart. ഇത്രയും കാലം അയാൾ ജോലി ചെയ്തൊക്കെ അയാളുടെ പരിപൂർണമായിട്ടുള്ള ഹൃദയത്തോട് കൂടിയിട്ടായിരുന്നു, അയാളുടെ ഇഷ്ടത്തോട് കൂടിയിട്ടായിരുന്നു. The way he can put, and this time, ഈ സമയത്ത് കാർപ്പൻ്റേഴ്സ് ഹേർട്ട് വാസ് നോട്ട് ഇൻ ഹിസ് വർക്ക്. ഈ സമയത്ത്, അതായത് അയാൾ ഏതായാലും വിരമിക്കാൻ മടുത്തു. അപ്പോൾ ഇനി ലാസ്റ്റ് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഈ എംപ്ലോയർ പറഞ്ഞതല്ലേ, അതിനനുസരിച്ച് വീണ്ടും അയാൾ മനസ്സോടെ ചെയ്തു. അതായത് ഹേർട്ട് വാസ് നോട്ട് ഇൻ ദ വർക്ക്, അയാളുടെ ഹൃദയം ഈ ജോലിയിലല്ലായിരുന്നു. ഹി റിസോർട്ടഡ് ടു പൂർ വർക്ക്മാൻഷിപ്പ്. അയാൾ ചെയ്യാൻ തീരുമാനിച്ചു ടു പൂർ വർക്ക്മാൻഷിപ്പ്. അയാൾ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിയത് പൂർ വർക്ക്മാൻഷിപ്പാണ്. അതായത് അത്ര മനസ്സോടെ ചെയ്യുമ്പോൾ അത്ര നന്നാവില്ലല്ലോ, പൂർ വർക്ക്മാൻഷിപ്പ്. ആൻഡ് ഹി വാണ്ടഡ് ടു ഫിനിഷ്, അയാൾക്ക് ഈ പണി വേഗം തീർത്താൽ മതി. ഹി വാണ്ടഡ് ടു ഫിനിഷ് ദ വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ലീവ് ഫോർ ഹിസ് റിട്ടയർമെൻറ്റ്. ഇയാൾക്ക് ഈ പണി എങ്ങനെയും തീർത്തിട്ട് ഈ വാണ്ട് ടു ഗോ, പെട്ടെന്ന് ഇയാളുടെ റിട്ടയർമെൻറ്റിലേക്ക് പോയാൽ മതി. When the job was done, carpenter called his employer and showed him the house he built.
when the job was done, അത് പണി തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ കാർപ്പൻ്റർ called his employer, ഈ കാശാരി അയാളുടെ എംപ്ലോയർ അയാളുടെ തൊഴിൽ നൽകുന്ന ആളെ വിളിച്ചു and showed him, കാണിച്ചു കൊടുത്തു the house he built. അയാൾ ഉണ്ടാക്കിയ ആ വീട് കാണിച്ചു കൊടുത്തു. Employer came there and was holding some paper in his hand. Employer came there, അവിടെ വന്നു, and was holding, അയാളുടെ കയ്യിലുണ്ടായിരുന്നു some paper in his hand, ചില പേപ്പേഴ്സ് ഇയാളുടെ കയ്യിലുണ്ടായി. As the carpenter was going to hand over keys of house to employer, as the carpenter was going to hand over keys, കയ്യിലുണ്ടായിരുന്ന കീ ഉണ്ടല്ലോ വീടുണ്ടാക്കിയതിന് ശേഷം, was going to hand over the keys of house to the employer. അത് തൊഴിൽ നൽകുന്ന ആൾക്ക് ഈ കീ കൊടുക്കാൻ നിൽക്കായിരുന്നു. His employer hold his fist. ആ സമയത്ത് ഈ മുതലാളി എന്ത് ചെയ്തു? He hold his fist. വേണ്ട, കീ വേണ്ട. എന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് and wrapped those keys back and give those keys back to his hands. And give the keys back to his hands. അയാളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. And gave those papers to him saying, and gave those papers, ആ പേപ്പറും കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, this is your house, ഇത് നിങ്ങളുടെ വീടാണ്. It's a gift from me. ഇത് എന്നിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. ടു യു, നിങ്ങൾക്ക്. ആസ് യു ഹാവ് സോ മെനി ഇയേഴ്സ്, നിങ്ങൾ കുറേ കാലമായിട്ട് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ, ടു ദിസ് കമ്പനി. ആസ് യു ഹാവ് സ്പെൻഡ് സോ മെനി ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ് ടു ദിസ് കമ്പനി, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തത് ഈ കമ്പനിക്കായതുകൊണ്ട് ദിസ് എ ഗിഫ്റ്റ് ഫ്രം മീ, ഇത് എന്നിൽ നിന്നുള്ളൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞു. കാർപ്പൻ്റർ വാസ് സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക്ഡ്. ഇത് കേട്ടപ്പോൾ കാർപ്പൻ്ററൊക്കെ അത്ഭുതപ്പെട്ടു ആൻഡ് ഷോക്കായി. He thought himself, അയാൾ ചിന്തിച്ചു, what a shame, എന്തൊരു അപമാനം. ഇഫ് ഓൺലി ഐ ഹാഡ് നോൺ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, ഐ വാസ് ബിൽഡിങ് മൈ ഓൺ ഹൗസ്, ഞാൻ എൻ്റെ തന്നെ വീടാണ് ഉണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഐ വുഡ് ഹാവ് ബിൽറ്റ്, ഞാൻ ഉണ്ടാക്കിയേനെ, ബെറ്റർ ദാൻ എനി അതർ ഹൗസ്, മറ്റേത് വീടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു വീട് ഞാൻ ഉണ്ടാക്കിയേനെ. ഐ ഹാഡ് ബിൽറ്റ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ല വീടാക്കി ഞാൻ ഇതിനെ ഉണ്ടാക്കിയിരുന്നേനെ എന്ന് ഇയാൾ ചിന്തിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, വെനെവർ വി ആക്സെപ്റ്റ് എനി വർക്ക് വി ഷുഡ് ഡു ഇറ്റ് വിത്ത് ഓണസ്റ്റി ആൻഡ് ഗിവർ ബെസ്റ്റ് ടു ഇറ്റ്. അല്ലേ, നമ്മൾ വെൻ എവർ വി ആക്സെപ്റ്റ് എനി വർക്ക്, നമ്മൾ എന്തെങ്കിലും ഏത് വർക്ക് സ്വീകരിക്കുമ്പോഴും വി ഷുഡ് ഡു ഇറ്റ് വിത്ത് ഹോണസ്റ്റി, അല്ലെ, സത്യസന്ധതയോട് ചെയ്യണം. ആൻഡ് ഗിവർ ബെസ്റ്റ് ടു ഇറ്റ്, എപ്പോഴായാലും നമ്മുടെ ഏറ്റവും നല്ല, നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ളത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലേ?